ഇത് കേട്ടോ, ഇത് ഞാൻ തക്കാളി ചെയ്തേക്കുന്നതാണ് കേട്ടോ. തക്കാളി പടവലമുണ്ട്. ഇതിനകത്ത് ഞാൻ കരിയില, പിന്നെ ചാണക കമ്പോസ്റ്റ്, നമ്മുടെ കമ്പോസ്റ്റും ഒക്കെ ഇട്ട് പോട്ടി മിക്സ്, മണ്ണും മണലും പോട്ടി മിക്സും കൂടെ ചേർത്ത് ഉണ്ടല്ലോ, അത് ഇട്ടായിരുന്നു. കരിയിലയായിരുന്നു കൂടുതലും. അപ്പോൾ കരിയില നമ്മൾ പൊടിഞ്ഞങ്ങ് താണു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് താണു പോയി കുപ്പി മുകളിലായി. അങ്ങനെ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുപ്പിക്കകത്ത് നടുവാണെങ്കിൽ ഉള്ള ഗുണം എന്നാ വെച്ചാൽ പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വീണ്ടും ഞാൻ ആട്ടുംകാഷ്ടം അടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. മുകളിൽ അതിൻ്റെ അടിയിൽ മണ്ണാണ് കേട്ടോ. നമ്മൾ അന്നേരം കരിയില ഇട്ടപ്പോൾ അതിന് മുകളിൽ പൊട്ടി മിക്സ് ഇട്ടിരുന്നല്ലോ, പിന്നെ മണ്ണ് മാത്രമാവും. ആ കരിയില, പൊടിഞ്ഞ കരിയില അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചെയ്തേക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ആ മണ്ണിൻ്റെ മുകളിലേക്ക് ഞാൻ ആട്ടിൻകൻ്റെ കാഷ്ടം ഇട്ട് കൊടുത്തു. പിന്നെ ഇത് ചാണകം ഇട്ട് കൊടുത്തു. ഇനി കോഴിവളം ഇട്ട് കൊടുക്കും. അതിൻ്റെ മുകളിൽ കരിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് WDC ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാമത്തെ കമ്പോസ്റ്റ് അതിനകത്ത് ആയിക്കോളും. വേണേൽ അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുപ്പിയുടെ താഴെ നിറയെ സുഷിരങ്ങളാണ്. അതിൽ കൂടെ വേരിറങ്ങിയിട്ട് ഇതൊക്കെ വലിച്ചെടുത്തോളും. അപ്പോൾ നമ്മുടെ തക്കാളി ചെടികൾക്ക് നല്ലൊരു വളർച്ചയും കിട്ടിക്കോളും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ നട്ട് കഴിഞ്ഞാലൊരു ഗുണമാണിത്. അപ്പോൾ ഇത് 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അപ്പോൾ ഇതിലെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി പച്ചക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ എല്ലാ സംഭവത്തിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൊത്തമരയാണ്. പന്തലെ കയറി ഇതിനകത്ത് തക്കാളിയുണ്ട്. ഇതുപോലെ മുളകുമൊക്കെ ഇതുപോലെയാണ് ചെയ്തേക്കണേ. ഇതിലൊക്കെ ഞാൻ ആട്ടിൻകാഷ്ടവും ചാണകവും ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കോഴിവളവും കൂടി ഇട്ട് കരിയിലയും കൂടി ഇട്ടാൽ അതിന് മുകളിൽ വീണ്ടും പോട്ടി മിക്സ് നോക്കിയിട്ട് മണലും മണ്ണും കൂടി ട്രീറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതിനിടയ്ക്ക് മുട്ടത്തോട് പൊടിച്ച് ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ പച്ചക്കക്കാപ്പൊടിയോ മുട്ടത്തോട് പൊടിച്ചോ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം. കുമ്മായി ഇടരുത്. കുമ്മായി ഇട്ടാൽ നമ്മുടെ ഈ വളക്കൂട്ടുകളൊക്കെ വിഘടിച്ച് പോകും. നമുക്ക് പ്രയോജനമില്ലാണ്ടായിപ്പോവും ഇതൊക്കെ. ഇത് മാലി മുളക് എന്ന് പറഞ്ഞൊരു മുളകാണ് കേട്ടോ. എന്തായാലും സൂപ്പറായിട്ട് വന്നുണ്ട്. ഓക്കെ, കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇടയ്ക്കോടെ മുട്ടുകളൊക്കെ ആയി തുടങ്ങി. ഓക്കെ.